സൂറത്ത് സ്വാദിൽ നമ്മൾ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് ഇതുവരെയല്ലേ പറഞ്ഞേ. ഞാൻ ബാക്കി ഇൻഷാ അല്ലാഹ്. വൻതലഖൽ മലഉ മിൻഹും അനിംശു വസ്ബിറു അലാ ആലിഹതികും ഇന്ന ഹാദാ ലശൈഉൻ യുറാദ് മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദാ ഇല്ല ഇഖ്തിലാഖ് അഉൻസില അലൈഹി الذിക്റു മിൻ ബൈനിനാ ബൽ ഹും ഫീ ശക്കിൻ മിൻ ദിക്രി ബൽ ലമ്മാ യദൂഖു അദാബ്. നമ്മൾ പറഞ്ഞില്ലേ സൂറത്ത് സ്വാദിൻ്റെ അവതീർണതയിൽ 25 ഖുറൈശി പ്രമുഖന്മാർ അബൂ താലിബിനെ കാണാൻ ചെന്നു അല്ലേ, അബൂ താലിബിനെ സന്ദർശിച്ചു. അവരുടെ ലക്ഷ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രബോധനം നിർത്താനാണ്, ലക്ഷ്യതാണ്. പക്ഷെ അതവർ അവതരിപ്പിച്ച് ഞങ്ങളുടെ ആലിഹത്തുകളെ മുഹമ്മദ് എന്ത് ചെയ്യുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്, മോശപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളുടെ പൂർവികരെ മുഹമ്മദ് ബോഷ്കരാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് രണ്ടും നിർത്തണം എന്നാണ് അവർ പറഞ്ഞത്. ആ ശൈലിയാണ് അബൂ താലിബിനെ സ്വാധീനിക്കാൻ പര്യാപ്തം എന്നുള്ളത് അവർക്കറിയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തില്ല, ശരിക്കും അവർ ചെയ്തില്ല. അവരുടെ പൂർവികരെ ബോഷ്കരാക്കുകയോ അവരുടെ ആലിഹത്തിനെ ദൂഷ്യം പറയുകയോ ചെയ്തിട്ടില്ല. അതിനെ തൊട്ട് വിലക്കാണ് ചെയ്തത്, ആലിഹത്തിനെ ആരാധിക്കുന്നതിനെ തൊട്ട് വിലക്കാണ് ചെയ്തത്. പക്ഷേ ആളുകളിൽ സ്വാധീനിക്കാൻ എന്ത് വേണം, അങ്ങനെ പറയണം. നീ ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത വിളിച്ചു, നീ ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ ബോഷ്കന്മാരാണെന്ന് പറഞ്ഞു, ഇങ്ങനെ പറയണം. അപ്പോൾ ആ രീതിയിൽ അവർ അവതരിപ്പിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പ്രതികരിച്ചത്, ഞാൻ അവരോട് ഒരു കെലിമയാണ് ആവശ്യപ്പെടുന്നത്. ആ കെലിമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾ അവർക്ക് കീഴ്പ്പെടുന്ന, അനറബികൾ അവർക്ക് കപ്പം നൽകുന്ന, ജിസിയ നൽകുന്ന ഒരു നാളെ പുലരും. അപ്പോൾ അബൂജഹലെ കൂട്ടത്തിൽ ഒരു വാക്കല്ല 10 വാക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വാക്കെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നുള്ളതാണ്. അതോടുകൂടി അവരെന്ത് ചെയ്യാണ്, അവിടെ വഷളാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ എൻ്റെ ചില റിപ്പോർട്ടുകളിൽ എൻ്റെ കയ്യിൽ അവർ സൂര്യനെ കൊണ്ടുവന്ന് വെച്ചാലും ഞാൻ പിന്നെ ഈ പറയുന്നതിൽ നിന്ന് വിരമിക്കുകയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്നുള്ളതാണ്. ആ സന്ദർഭത്തിലാണ് സൂറത്ത് സ്വാദിൻ്റെ അവതീർണത, ഈ ഭാഗങ്ങളുടെ ഈ പ്രഥമ വചനങ്ങളുടെ അവതീർണത. ഇനി വൻതലഖൽ മലഉ മിൻഹും, അവരിൽ നിന്നുള്ള അൽമല പോയി. ഇൻതലഖ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പോയി എന്നാണ്, സ്പീഡിൽ പോയി എന്ന അർത്ഥത്തിന് ഇൻതലഖ് പ്രയോഗിക്കും. പക്ഷേ ആ പോക്കൊരു വേഗതയിലുള്ള പോക്ക്, അതാണ് ഈ മുൻതലിഖുൽ ലിസാൻ എന്ന് പറയും. വാചാട്ടോപ്പത്തിൽ സംസാരിക്കുന്നവനെ കുറിച്ച് വാചാട്ടോപ്പിക്ക് മുൻതലിഖുൽ ലിസാൻ എന്ന് പറയുക. ഒഴുക്കിൽ സംസാരിക്കുന്നതിന് ഇന്തിലാഖുൽ ലിസാൻ എന്നൊക്കെ പറയും. ഏതായാലും വൻതലഖൽ മലഉ മിൻഹും, അവരിൽ നിന്നുള്ള അൽമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്റാഫ്, അവരിൽ നിന്നുള്ള പ്രമാണിമാർ, അവർ വേഗത്തിൽ പോയി. അനിംഷു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കൂ എന്ന് പറഞ്ഞ്, ഇംഷു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കുക എന്ന് തഫ്സീരിയ എന്ന് പറയും. ഇംഷു നിങ്ങൾ നടക്കൂ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രമാണിമാർ വേഗത്തിൽ പോയത്. അവിടെ നിൽക്കേണ്ട, അനിംഷു പോവുക. അല്ലെങ്കിൽ അവർ വേഗത്തിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ആളുകളോട് പറഞ്ഞു ഇംഷു നിങ്ങൾ നടക്കൂ. വസ്ബിറു അല ആലിഹതി, വസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. വസ്ബിറു നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. അല ആലിഹത്തിക്കും നിങ്ങളുടെ ഇലാഹുകളുടെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. ആലിഹത്ത് നിങ്ങളുടെ ഇലാഹുകളുടെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം പറയാം. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്ന് അർത്ഥമുണ്ട്, കാരണം എന്ന് അർത്ഥമുണ്ട്. കാരണം ഇന്ന പറഞ്ഞാൽ തീർച്ചയായും, കാരണം എന്നും അർത്ഥമുണ്ട്. ഹാദാ ലശൈഉൻ യുറാദ്, ഹാദ എന്ന് പറഞ്ഞാൽ ഇക്കാര്യം. ലശൈഉൻ യുറാദ്, ല എന്നുള്ളത് ഒരു തീർച്ച എന്നുള്ള അർത്ഥത്തിലാണ്, തീർച്ചപ്പെടുത്തുന്നുള്ള അർത്ഥത്തിൽ. വ്യാകരണ ഭാഷ അത് കുറച്ച് ടൈറ്റാണ്. മുസഹലഖിയ എന്നതിന് പറയാം, മുസഹലഖിയൻ്റെ ലാമെന്നതിന് പറയും ഗ്രാമർ ഭാഷ. ഇന്നൽ ഇൻസാന ല ഫീ ഖുസ്ർ എന്നല്ല, ല ഷൈഉൻ എന്ന് പറഞ്ഞാൽ വസ്തു, സംഗതി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. യുറാദ്
യുറാദ് എന്ന് പറഞ്ഞാൽ യുഖ്സദ്, ഉദ്ദേശിക്കപ്പെടുന്ന, ലക്ഷ്യമാക്കപ്പെടുന്ന. വലൈക്കും സലാം. ലക്ഷ്യമാക്കപ്പെടുന്ന. എന്താ ഈ പറഞ്ഞ ഇന്നഹാദ, കാരണം ഈ സംഗതി ലശൈഉൻ, ഒരു വസ്തുതയാണ്, വസ്തുത തന്നെയാണ്, അല്ലെങ്കിൽ സംഗതി തന്നെയാണ് യുറാദ്, ഉദ്ദേശിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ. ഞാൻ പറയില്ലേ, ഈ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ ആയത്ത് അവതീർണമായ ആ ഒരു പരിപ്രേക്ഷ്യം, സാഹചര്യം അത് ബോധ്യപ്പെടുക തന്നെ വേണം. അബൂ താലിബിൻ്റെ പക്കൽ നിന്ന് തങ്ങൾ ഉദ്ദേശിച്ച കാര്യം നേടാനാവില്ല എന്ന് ഖുറൈശി പ്രമുഖർ കണ്ടപ്പോൾ വൻ തലക്കൽ മല ഉമിൻഹും, അവരിൽ നിന്നുള്ള പ്രമാണിമാർ 25 പേരുണ്ടല്ലോ, എല്ലാവരും പ്രമാണിമാരല്ല. അൽ വലീദ് ബിനുൽ മുഗീറയെ പോലുള്ള, അബൂ ജഹൽ, അംർ ബിൻ ഹിഷാമിനെ പോലുള്ളതായ പ്രമാണിമാർ, അബൂ സുഫിയാൻ, അവരെ പോലുള്ളൊക്കെ ആളുകൾ, അവർ വേഗം അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, തടിയെടുക്കുകയാണ്, വേഗം അവിടെ പുറപ്പെടുകയാണ്. എന്നിട്ട് അനിംഷു പോകുമ്പോൾ കൂടെയുള്ളവരോട് എല്ലാം നടക്കും എന്ന് പറയണം. അങ്ങനെ ഉണ്ടല്ലോ മീറ്റിംഗ്, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഇറങ്ങിപ്പോക്ക്, അതാണ്. ഫന്തല കൽമല ഉമിൻഹും, അവന്ന ഭാര്യാവില്ല പോക്ക്. പിന്നെ അപ്പോൾ കൂടെയുള്ളവരും പെരക്കിയിട്ട് ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്കിവിടെ കാര്യം എല്ലാവരും അനിംഷു നടന്നോളേ എന്ന് പറയില്ലേ, അത്. അല്ലെങ്കിൽ ഇവർ വേഗം ഇറങ്ങിയിട്ട് വഴിയിൽ കാണുന്ന അവരുടെ അനുയായികളുണ്ട്, ഇവർ 25 ആൾ പോയല്ലോ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അനുയായികൾ. അവരോട് പറയാൻ അനിംഷു നടന്നോളി. അതാണ് എന്തിന്, വസ്ബിറു അല ആലിഹത്തിക്കും, നമ്മളുടെ ഇലാഹുകളുടെ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷ ഇവിടുന്ന് കിട്ടിയിട്ടില്ല, അബൂ താലിബിൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വസ്ബിറു അല ആലിഹത്തിക്കും, നമ്മളുടെ ആലിഹത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമാപൂർവ്വം നിന്നോളി എന്നാണ്. അതായത് നമ്മളുടെ ഇലാഹുകളെ ആരാധിക്കുന്ന വിഷയത്തിൽ ഇസ്ബിറു, ക്ഷമാപൂർവ്വം നിന്നോളി. ഇന്നഹാദ ലശൈഉൻ യുറാദ്, ഇന്നഹാദ ഇക്കാര്യം, ലശൈഉൻ യുറാദ് എന്തോ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ്, വിഷയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഹമ്മദും അബൂ താലിബും നമ്മളെയും നമ്മളുടെ ആരാധ്യന്മാരെയും അടർത്താൻ, അതാണ്, നമ്മളെയും നമ്മുടെ ഇലാഹുകളെയും അടർത്താൻ അല്ലെങ്കിൽ ദൂരപ്പെടുത്താൻ, നിഷ്കാസനം ചെയ്യാനൊക്കെ ഉള്ള എന്തോ ഒരു ഗൂഢപദ്ധതിയാണ്, അതാണ് ഗൂഢപദ്ധതിയാണ്. വലൈക്കും സലാം. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, അതാണ് ഇവരെന്ത് ചെയ്തത്, പിന്നെ ആളുകളോട് പറഞ്ഞ് ഇവർ വേഗത്തിൽ അവിടുന്ന് പുറപ്പെടുകയുണ്ടായത്. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഇത് എന്ന് ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നതിൻ്റെ വിഷയം അതാണ്. നമ്മളെയും നമ്മുടെ ആരാധ്യന്മാരെയും പിന്നെ ദൂരപ്പെടുത്താൻ, അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യാനൊക്കെയുള്ള ഒരു ഗൂഢപദ്ധതിയാണ് എന്ന അർത്ഥത്തിൽ അവരെന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവർ വീണ്ടും പറയാണ്, മാ സമീഅനാ ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഖ്. മാ സമീഅനാ ബിഹാദ, മാ സമീഅനാ നാം കേട്ടിട്ടില്ല. ഈ മല പറയാണ്, പ്രമാണിമാർ പറയാണ്, മാ സമീഅനാ നാം കേട്ടിട്ടില്ല, ബിഹാദ ഇത് എന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏക ഇലാഹ് വാദം, ഫിൽ മില്ലത്തിൽ ആഖിറ മറ്റു മില്ലത്തിൽ അല്ലെങ്കിൽ അവസാനത്തെ മില്ലത്തിൽ, അല്ലെങ്കിൽ അവസാനത്തെ മില്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ പ്രസ്ഥാനം, ആദർശം, മതം ഒക്കെ ഉദ്ദേശമാണ്, അല്ലെങ്കിൽ പിന്നെ സമൂഹം ഒക്കെ അർത്ഥമാണ്. അതിൻ്റെ ഉദ്ദേശം എന്ത് എന്നതിൽ മുഫസ്സിരീങ്ങൾ വേറെ വീക്ഷണമാണ് പുലർത്തിയിട്ടുള്ളത്. പറയാം, മാ സമീഅനാ ബിഹാദ, ഇത് നാം കേട്ടിട്ടില്ല, ഫിൽ മില്ലത്തിൽ ആഖിറ മറ്റു സമൂഹത്തിൽ അല്ലെങ്കിൽ അവസാനത്തെ മില്ലത്തിൽ, ആദർശത്തിൽ, മറ്റു ആദർശത്തിൽ അല്ലെങ്കിൽ അവസാനത്തെ മില്ലത്താണ് അവസാനത്തെ സമൂഹത്തിൽ. ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഖ്, ഇൻ എന്നാണ് ഇവിടെ മ എന്ന നഫീൻ്റെ, മാ ഹാദ ഇല്ല ഇഖ്തിലാഖ് എന്ന അർത്ഥത്തിൽ, ഇൻ ഹാദ ഇത് അല്ല, ഇല്ല ഇഖ്തിലാഖ് അല്ലാതെ. ഇഖ്തിലാഖ് എന്ന് പറഞ്ഞെങ്കിൽ ഖെദീബ്, കളവ്, ഖെദീബിനാണ് ഇഖ്തിലാഖ് എന്ന് പറയുക. വ്യാജം കെട്ടി പടക്കുന്നതിനാണ് ഇഖ്തിലാഖ് എന്ന് പറയുക, വ്യാജം കെട്ടിപ്പടുക്കുക. അപ്പോൾ വ്യാജം, അപ്പോൾ ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഖ് എന്ന് പറഞ്ഞാൽ മാ ഹാദ ഇല്ല ഖെദീബ്, ഈ പറയപ്പെടുന്നത് വ്യാജം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഖ്, ഇത് വ്യാജം മാത്രമാണ്. ഇവിടെ ഈ മില്ലത്തിൽ ആഖിറ കൊണ്ടുള്ള ഉദ്ദേശം എന്താ, പിന്നെ അവിടെ അന്ന് മതങ്ങളുണ്ടല്ലോ, ക്രിസ്തു മതമുണ്ട്, പിന്നെ യഹൂദരുണ്ട്. അപ്പോൾ ക്രിസ്തു മതവും യഹൂദ മതവും
ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിലേക്ക് വഴി മാറിയിട്ടുള്ളൊരവസ്ഥയാണ് അന്നത്തെ സാഹചര്യം അതാണ്. അപ്പോൾ മുഹമ്മദ് അവതരിപ്പിക്കുന്നതായ ഇലാഹു വാഹിദ്, ഏക ഇലാഹ്, അത് നമ്മൾ ക്രിസ്ത്യാനികളിൽ കേൾക്കുന്നില്ലല്ലോ, യഹൂദരിൽ കേൾക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് അവരുടെ ഭാഷ കണ്ടോ. കാരണം AD 600 ഇപ്പറല്ലേ, അപ്പോഴത്തേക്ക് ക്രിസ്തുമതം ഏറെ വ്യതിചലിച്ചു പോയി. ശുദ്ധ ഏകദൈവ വിശ്വാസമായിരുന്നു ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ അതെന്ത് ചെയ്തു, ബഹുദൈവ വിശ്വാസത്തിലേക്ക് വഴിമാറി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് അവർക്ക് ക്രിസ്ത്യാനികളായിട്ടും ബന്ധമുണ്ട്, യഹൂദരായിട്ടും ബന്ധമുണ്ട്. കാരണം ഇവർ കച്ചവടക്കാരല്ലേ. പിന്നെ അറേബ്യൻ ഉപദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരുണ്ട്, ഇവരൊക്കെ വന്നിറങ്ങി പാർക്കുന്നുണ്ടല്ലോ, യഹൂദന്മാരൊക്കെ വന്ന് പാർക്കണമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് മാ സമീഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ. മറ്റു മില്ലത്തിൽ മതങ്ങളിൽ നമ്മളെന്ത് ചെയ്യണില്ല, ഇത് കേൾക്കണില്ല. ഈ മുഹമ്മദ് അവതരിപ്പിക്കുന്ന ഇലാഹ വാഹിദ്, ഏക ഇലാഹിനെ ആരാധിക്കുക എന്നുള്ളത് കേൾക്കണില്ല എന്നവർ പറയണം. അതല്ലെങ്കിൽ ഫിൽ മില്ലത്തിൽ ആഖിറ എന്ന് പറഞ്ഞാൽ അവസാനത്തെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ അവസാനത്തെ സമൂഹം. ആരെയാണ് ഉദ്ദേശം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽ അവസാനത്തെ മില്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുറൈശികൾ ജീവിക്കുന്ന കാലത്തുള്ള അന്നത്തെ ആ തലമുറ, ആ വിഭാഗം. അതായത് ഇപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാകുന്നതിന് മുമ്പ് അറേബ്യൻ ഉപദ്വീപിൽ വിശിഷ്യ മക്കയിലൊക്കെയുള്ള അറബികൾ ഇവരുടെ പൂർവികർ അവർ ബഹുദൈവ വിശ്വാസത്തിലേക്ക് ഇല്ലാണ്ടുള്ളത്. ബഹുദൈവ വിശ്വാസത്തിൽ ഇവരൊക്കെ ഈ വലീദ് ബിൻ മുഗീറ ആകട്ടെ, അംർ ബിൻ ഹിഷാം, അബൂജഹൽ ആകട്ടെ, ഉത്ബ ആകട്ടെ, ഷൈബ ആകട്ടെ, ഉഖ്ബത്ത് ബിൻ, ഇവരൊക്കെ ഇവിടെ തല പൊക്കണീന് മുമ്പ് അവിടെ ജീവിച്ച ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇവർ കാണുന്നത് എങ്ങനെയാണ്? ബഹുദൈവ വിശ്വാസികളായിട്ടാണ്. ജുർഹും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിലും കഅബ നിർമ്മിച്ചു അള്ളാഹനെ മാത്രം ആരാധിക്കാൻ. വതഹിറ ബൈതി ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇസ്മായിലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മകാനൽ ബൈത്ത് അല്ലാ തുശ്രികി ബി ഷൈഅ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സ്ഥലം ഒരുക്കിയത് അല്ലാ തുശ്രികി ബി ഷൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് എടുക്കാനാണ് കഅബ നിർമ്മിക്കപ്പെട്ടത്. ആ ലക്ഷ്യത്തിൽ തന്നെയാണ് കഅബ അതിൻ്റെ പരിസരവും പോയത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിലും കഅബ നിർമ്മിച്ചു. പിന്നെ ഇസ്മായിൽ ജുർഹും ഗോത്രം അവിടെ ഉണ്ടായി. ജുർഹുവിൻ്റെ തുടർ ഭരണം ഉണ്ടായി. ജുർഹും ഗോത്രം അവർക്ക് പിന്നെ എന്ത് ചെയ്തു, മേൽക്കോയ്മ വന്നു, അധികാരം വന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം മക്കയിൽ. പക്ഷേ ജുർഹും ഗോത്രം ബഹുദൈവ വിശ്വാസികളായിരുന്നില്ല. അവർക്ക് പല വീഴ്ചകളും വന്നു. അത് കാരണത്താലാണ് അവരെ ഭേദിച്ച് പിന്നെ ഖുസാ ഗോത്രം വന്നത്. ജുർഹുമിനെ പിന്നെ ദൂരപ്പെടുത്തിയിട്ട് ഖുസാ എന്ന് പറയുന്ന ഗോത്രം വന്നു മക്കയിൽ. ഖുസാ ഗോത്രത്തിൻ്റെ കീഴിലായിരുന്നു മക്ക ഉണ്ടായിരുന്നത് ജുർഹുമിന് ശേഷം. ഈ ഖുസാ ഗോത്രം 1300 വർഷം മക്ക ഭരിച്ചു. ആ ഖുസാ ഗോത്രത്തിലൊരു വ്യക്തിയായിരുന്നു അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ. ഈ മനുഷ്യനാണ് സിറിയയിൽ പോയി അവിടെ നിന്ന് ഹുബുൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ കൊണ്ടുവന്നിട്ട് പിന്നെ അറേബ്യയിൽ സ്ഥാപിച്ചത്. അങ്ങനെയാണ് ആളുകൾക്ക് എന്ത് ചെയ്ത് ഷിർക്കിലേക്കുള്ള ഒരു തുടക്കം വന്നത്. പിന്നീട് ഹുബുലിന് ശേഷം പിന്നെ പല വിഗ്രഹങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ വിഗ്രഹം അവർ പരിചയപ്പെടുന്നത് ഹുബുലിനെയാണ്. അതുകൊണ്ടാണ് അബൂ സുഫിയാൻ ഉഹുദ് യുദ്ധത്തിൻ്റെ അവസാനത്തിൽ റസൂലുള്ള ഉഹുദ് മലയുടെ ചെരുവിലേക്ക് മാറിയിരുന്ന സന്ദർഭമുണ്ടല്ലോ. അപ്പോൾ അബൂ സുഫിയാൻ ചെന്നിട്ട് ആ മലഞ്ചെരുവിൽ നിന്നിട്ട് റസൂലുള്ള നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് പറയുന്നത് ഉഅ്ലു ഹുബുൽ എന്നാണ്. ഹുബുൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം ഉഅ്ലു ഹുബുൽ പറയുന്നത്. അപ്പോൾ റസൂലുള്ള അവിടുന്ന് പ്രതികരിക്കാൻ പറയുന്നുണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അല വ അജൽ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അല വ അജൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഹുബുലിനോട് അവർക്ക് ബന്ധം. ഹുബുൽ അതേപോലെ തന്നെ ഉസ്സ, 2 വിഗ്രഹങ്ങൾ ഖുറൈശികളുടെ അവരുടെ പ്രത്യേക വിഗ്രഹമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. പിന്നെ പല വിഗ്രഹങ്ങളും വന്നു. അവിടുന്നാണ് തുടക്കം. പിന്നെ ഇയാളെന്ത് ചെയ്ത് ഈ അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ ഈ സയ്യബ സവായിബ് എന്നാണ്. സവായിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേർച്ച മൃഗങ്ങളെ നേർന്നിടുക. ഈ പരിപാടി തുടങ്ങിയതൊക്കെ അയാളാണ്. പിന്നെ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ വലിയ വഷളമായ രീതിയിൽ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് കാണിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ. അത് ഈ അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ. ഞാൻ പറഞ്ഞ ഈ ഖുസാ ഗോത്രം അവർ വന്നു മക്കയുടെ നേതൃത്വത്തിലേക്ക്. പിന്നെ അവരാണ് എന്ത് ചെയ്ത് ഷിർക്കിനെ വ്യാപിപ്പിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ എന്താ, ഷിർക്ക് ആണ് ആളുകൾ മക്കയിൽ ചെയ്തിരുന്നത്. ഷിർക്ക് ചെയ്തു.
മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതനാകുന്ന കാലത്തൊക്കെ എന്താണ് ഷിർക്കിൻ്റെ പല മുഖങ്ങളായിരുന്നു മക്കയിലുണ്ടായിരുന്നത്. മക്ക ഫത്തയിൽ റസൂലുള്ളാഹിക്ക് 360 വിഗ്രഹങ്ങളെ ശുദ്ധീകരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ് ഇവർ പറയുന്നത്, മാ സമീന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ, മുഹമ്മദ് പറയുന്നതായ ഈ ഇലാഹു വാഹിദിനെ ആരാധിക്കുക എന്നുള്ളത് നമ്മൾ ഈ മില്ലത്തുൽ ആഖിറ അവസാനത്തെ ആ സമൂഹത്തിൽ നാം കേട്ടിട്ടില്ല എന്നവർ പറയുന്നത്. ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഖ്, ഇൻ ഹാദ ഇത് അല്ല ഇല്ല ഇഖ്തിലാഖ്, വ്യാജം പറയുകയല്ലാതെ, വ്യാജ പ്രസ്താവന നടത്തുകയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ആ പ്രമാണിമാർ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ആളുകളോട് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതല്ല കേട്ടോ. യഥാർത്ഥ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് അത് ഹനീഫിയത്ത്, അതിൻ്റെ പേരാണ് ഹനീഫിയത്ത്. ഈ ഹനീഫിയത്ത് ആദർശമായി സ്വീകരിച്ച് ഹുനഫ എന്ന പേരിൽ കുറേ ആളുകളുണ്ടായിരുന്നു. ഹനീഫിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏകദൈവ വിശ്വാസവും സത്യദീനും അതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഹനീഫ് എന്ന് പറയുക. ഹനീഫ് മുസ്ലിമൻ എന്ന് പറയല്ലേ ഹനീഫ്. ഈ ഹനീഫ് ഹുനഫ എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു. വറക്കത്ത് ബിൻ നൗഫലിനെ പോലുള്ള, പിന്നെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിനെ പോലുള്ള, ഖുസ് ബിൻ സഈദ് അൽ ഇയാദിയെ പോലുള്ള ഇങ്ങനെ കുറേ ആളുകൾ മക്കയിൽ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഏകദൈവ വിശ്വാസികളായിട്ട് തുടർന്നിരുന്നു. പറ്റ ഷിർക്കിന് എല്ലാം വിട്ടുകൊടുത്തിട്ടുള്ള ആൾക്കൂട്ടായിരുന്നില്ല ആര്? അറബികൾ. ചിലരൊക്കെ ഈ ഷിർക്ക് അതിൻ്റെ വൈവിധ്യങ്ങൾ നിറഞ്ഞാടിയപ്പോൾ അവർ ഇതിൻ്റെ സത്യാന്വേഷികളായിട്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചില പിന്നെ ഈ വറക്കത്ത് ബിൻ നൗഫലിൻ്റെയും അതേപോലെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിൻ്റെയും ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ അവരൊക്കെ സത്യാന്വേഷികളായിട്ട് പോയിട്ട് ക്രിസ്ത്യാനികളെ ചെന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞ് നിലവിലെ ക്രിസ്തുമതം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പഠിച്ചവൻ്റെ ദേഷ്യം ശാപം വരാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതോടെ ഷിർക്കായിപ്പോയി. പിന്നെ യഹൂദരെ ചെന്ന് കാണുമ്പോഴും അള്ളാൻ്റെ കോപം വരും എന്ന് പറയണം. പക്ഷേ പിന്നെ വെയിറ്റ് ചെയ്യാൻ പറയണം. ഒരു പ്രവാചകൻ ഉദയം ചെയ്യാൻ കാലെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. നീ പിന്നെ ഹനീഫിയത്ത് സ്വീകരിച്ചോ എന്നാണ് അന്ന് ക്രൈസ്തവ പുരോഹിതന്മാരും ജൂത പണ്ഡിതന്മാരും സത്യാന്വേഷികളായി മക്കയിൽ നിന്ന് പോയ ഇവരോടൊക്കെ പറഞ്ഞത്. ഹനീഫിയത്തിനെ പിടിച്ചു ജീവിച്ചോ എന്ന്. ഹനീഫിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദൈവ വിശ്വാസമാണ്. അങ്ങനത്തെ ആളുകളും മക്കയിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ പറഞ്ഞിരുന്നത്. ആടിനെ കൊണ്ടുവന്നിട്ട് വെട്ടും, കഅബയുടെ പരിസരത്ത് സ്ഥാപിച്ച വിഗ്രഹങ്ങളുടെ നേരെ കൊണ്ടുവന്നിട്ട് ആടിനെ കൊണ്ടുവന്ന് വെട്ടുമ്പോൾ ഈ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ കഅബയെ ചാരി ഇരുന്നിട്ട് പറയുമെന്നാണ്, അള്ളാഹു സൃഷ്ടിച്ച ആട്, അള്ളാഹാണ് അതിന് തിന്നാൻ പുല്ലിനെ മുളപ്പിക്കുന്നത്, അള്ളാഹുവാണ് അതിന് കുടിക്കാൻ പാനജലം മാനത്ത് നിന്ന് ഇറക്കുന്നത്. ആ ആടിനെ നിങ്ങൾ ആ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ വെട്ടുകയോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അന്ന് നബി തങ്ങൾ വന്നിട്ടില്ല. ആ കാലത്തിന് മുമ്പ് ഈ ഖുറൈശികളോട് പിന്നെ ഈ കുഫാറിനോട് അന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഏകദൈവ വിശ്വാസികളും ആ കൂരിരുട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇവർ എന്താണ് കഥയറിയാതെ ആട്ടം കാണാറില്ലേ, അതാണ് ആ രീതിയിലാണ് ഇവരുടെ വർത്താനം. അതിൽപ്പെട്ടതാണ് മാ സമീഅനാ ഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദാ ഇല്ല ഇഖ്തിലാഖ്. എന്നിട്ട് അവർ പറയാണ് അ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിനാ ബൽ ഹും ഫീ ശക്കിൻ മിൻ ദിക്രി ബൽ ലമ്മാ യദൂഖു അദാബ്. എന്താ അവരുടെ ഈ അൽ മലഇൻ്റെ മറ്റൊരു വിഷയം അവർ പറയാണ് അ ഉൻസില അലൈഹി ദിക്റു, അ ഉൻസില ഇറക്കപ്പെട്ടുവോ, ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടു, അവതരിപ്പിക്കപ്പെട്ടു. അ ഉൻസില ഇറക്കപ്പെട്ടുവോ ചോദ്യമാണ്. അലൈഹി അവൻ്റെ മേൽ നസ്ലാസ്ലമ തങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അ ഉൻസില അലൈഹി അയാളുടെ മേൽ ഇറക്കപ്പെട്ടുവോ. അദ്ദിക്ർ എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ, ഈ ഉത്ബോധനം. ഇതാരുടെ ഭാഷയായിട്ടാണ്? ഇത് ഖുറൈശികൾ വന്നില്ലേ, അവർ പ്രമാണിമാർ, അവരുടെ ഭാഷയാണ്. ആ ഉൻസില അലൈഹി ദിക്ർ, അവൻ്റെ മേൽ ഇറക്കപ്പെട്ടുവോ ഈ ഉത്ബോധനത്തെ. മിൻബൈനിന നമുക്കിടയിൽ നിന്ന്. നമ്മൾ ഖുറൈശികൾ വലിയൊരു ജനബാഹുല്യം, വലിയൊരാൾക്കൂട്ടം, പ്രമാണിമാർ അടക്കമുള്ള ഒരു വൃന്ദം. ആ വൃന്ദത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ യതീമിനെയാണോ ഈ ദിക്ർ ഇറക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്? അതാണ് അവരുടെ പറച്ചിൽ. വിശ്വാസലമ തങ്ങളെ അവർക്കറിയാം, പക്ഷേ എന്നാലും അവരുടെ ആ അഹങ്കാരത്തിൽ സമ്മതിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഭാഷ യതീമു അബി താലിബ്, അബൂ താലിബിൻ്റെ യതീം എന്നാണ് വിശ്വാസലമ തങ്ങളെ അവർ നുബുവത്തിന് ശേഷം നബിയുടെ 40 വയസ്സിന് ശേഷം അവരുടെ വർത്താനം. അപ്പോൾ നമുക്കിടയിൽ നിന്ന് മിൻബൈനിന അദ്ദിക്ർ, ഈ ഉത്ബോധനം വിശുദ്ധ ഖുർആൻ ആ ഉൻസിൽ അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ ഇറക്കപ്പെട്ടിരിക്കുകയാണോ? അപ്പോൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ ഖുർആൻ ഇറങ്ങിയത് അവർക്ക് എന്തല്ല സഹ്യല്ല എന്നുള്ളതാണ്. അത് സഹ്യല്ലായിട്ടല്ല,
അത് സഹിയല്ലായിട്ടല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് യോഗ്യനാണ് എന്നുള്ളത് അവർക്കറിയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇറക്കിയതിൽ അവർക്ക് പിന്നെ ഉള്ളാൽ ഒരു പ്രശ്നമല്ല. കാരണം ആ കൂട്ടത്തിൽ ഇതിറക്കാൻ യോഗ്യനാരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ബൽഹും ഫീ ശക്കിൻ മിൻ ദിക്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇറക്കിയതിലുള്ള കുണ്ഠിതമോ വിഷമമോ അല്ല. ബൽ പ്രത്യുത ഹും ഫീ ശക്കിൻ മിൻ ദിക്രി. ഹും അവർ, ഈ ആളുകൾ ഖുറൈശികൾ, ഹും അവർ ഫീ ശക്കിൻ സംശയത്തിലാണ്. ഏതിനെ തൊട്ട്? മിൻ ദിക്രി എൻ്റെ ഈ ഉത്ബോധനത്തെ തൊട്ട്. ഈ ഉത്ബോധനത്തെ തൊട്ട് എൻ്റെ ഈ ഉത്ബോധനം, അത് ദിക്ർ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വിഷയത്തിൽ അവർ സംശയത്തിലാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാജവാദിയാണെന്നോ കള്ളം പറയുന്നവനാണെന്നോ സത്യസന്ധനല്ലെന്നോ എന്നുള്ള വിശ്വാസം അവർക്കില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അമീനാണ്, വിശ്വസ്തനാണ്, അസാദിഖ് സത്യസന്ധനാണ്. അതൊക്കെ അവരുടെ വിഷയമാണ്. അതൊക്കെ അത് ഒരു സമ്മതിക്കുന്ന വിഷയമാണ്. പക്ഷേ ഈ വിശുദ്ധ ഖുർആൻ ഈ ഉത്ബോധനം ഇറങ്ങിയപ്പോൾ അവർക്കെന്തുണ്ട്? അത് ഉൾക്കൊള്ളുന്നതിലുള്ളതല്ല ചില സന്ദേഹങ്ങൾ, സംശയങ്ങൾ. ബൽഹും ഫി ശക്കിൻ മിൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തെ തൊട്ട് അവർ സംശയത്തിലാണ് എന്നതാണ് കാര്യം. എന്ന് മാത്രമല്ല, അവർ ഈ ജൽപ്പനങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അതിൻ്റെ വിഷയം ബൽ ലമ്മ യദൂഖു അദാബ്. ബൽ എന്ന് മാത്രവുമല്ല, ഈ ബൽ ലിൽ ഇദ്റാബ് എന്ന് പറയാം. എന്ന് മാത്രവുമല്ല, ലമ്മ യദൂഖു അവർ ഇതുവരെയും ആസ്വദിച്ചിട്ടില്ല. ലമ്മ യദൂഖു അവർ ആസ്വദിച്ചിട്ടില്ല. അവർ ആസ്വദിച്ചിട്ടില്ല ഇതുവരെയും എന്ന് പറയാൻ കാരണം ഈ ലമ്മ പ്രയോഗിച്ചതുകൊണ്ടാണ്. ലമ്മ പ്രയോഗിച്ചാൽ അത് നിരാകരിക്കാനാണ്. നിരാകരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇപ്പം ലമ്മ യദ്ഹബ്, അവൻ പോയിട്ടില്ല എന്ന് പറയും. ലമ്മ യദ്ഹബ്, അവൻ ഇതുവരെ പോയിട്ടില്ല, ഇനി പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന അർത്ഥത്തിൽ ലമ്മ അതൊക്കെ പ്രയോഗിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് ആശയത്തിൽ. അപ്പോൾ ലമ്മ യദൂഖു അവർ ഇതുവരെയും ആസ്വദിച്ചിട്ടില്ല. അദാബ് ഇവിടെ അദാബി എന്നാണ്, അദാബ് എന്നല്ല, പിന്നെയോ അദാബി എന്നാണ്. അപ്പോൾ അദാബി എൻ്റെ അദാബ് എന്ന അർത്ഥത്തിൽ. അദാബ് എന്ന് പറഞ്ഞാൽ എൻ്റെ അദാബ്, എൻ്റെ അദാബിനെ അവർ ഇതുവരെയും ആസ്വദിച്ചിട്ടില്ല. അതാണ് കാര്യം. അബൂ താലിബിൽ നിന്ന് ഇറങ്ങി ഓടിയ ഈ പ്രമുഖന്മാർ കുറേ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്, ആൾക്കൂട്ടത്തിൽ പറയണം. അപ്പോൾ അതിൽ ആ ഉൻസൽ അലൈഹി ദിക്റു മിൻ ബൈനിന എന്നുള്ളത് ഒരു ചോദ്യം. നമ്മൾക്കിടയിൽ ഈ ഖുർആൻ അവൻ്റെ മേൽ ഇറക്കപ്പെട്ടിരിക്കുകയാണ്, അവരുടെ ചോദ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ആ ചോദ്യത്തിൻ്റെ അർത്ഥം അയാളായിരുന്നില്ല ഇത് ഇറക്കപ്പെടാൻ അർഹനായത്, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ കുറേ ആളുകൾ, അതിലൊരാളാകേണ്ടിയിരുന്നു എന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രതികരിച്ചെന്താണ്? ബൽഹും ഫീ ശക്കിൻ മിൻ ദിക്രി. റസൂലെ, നിങ്ങളുടെ വിഷയത്തിൽ അവർക്ക് ഒരു പോരായ്മ കണ്ടിട്ടല്ല അവർ പറയണത്. പിന്നെ ഈ ഉത്ബോധനത്തിൻ്റെ വിഷയത്തിൽ അവരുടെ ശക്ക് ഉണ്ടല്ലോ, അത് നിമിത്താണ് എന്ത് ചെയ്യണത്? അവർ ഇങ്ങനെ പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കലാണ്. വേറൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്ന അദ്ദാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ. ഇന്നഹും ലാ യുകദ്ദിബൂനക, റസൂലെ അവർ നിങ്ങളെ കളവാക്കൂല, അവർ നിങ്ങളെ കളവാക്കൂല, അതിനവർക്ക് സാധിക്കില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ എന്താണ് സത്യസന്ധനായി വിശ്വസ്തനായി അവർക്ക് മേൽ ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കളവാക്കൂല, വലാകിന്ന അദ്ദാലിമീന ഫി ആയാത്തില്ലാഹി യജ്ഹദൂൻ, അള്ളാൻ്റെ ആയത്തുകളെ അവർ നിഷേധിക്കുന്നവരാണ് എന്നുള്ളതാണ് കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കലാണ് ഇതിലൊരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയുമാണ്. ഈ നോക്കി നിങ്ങൾ, ഈ ദിക്ർ അതിൻ്റെ വിഷയത്തിൽ അവർക്കുള്ള സംശയമാണ്. ആ സംശയം ഉണ്ടല്ലോ, അത് ബല്ലമ്മ യദൂഖു അദാബി, എൻ്റെ ശിക്ഷ ആസ്വദിച്ചിട്ടില്ല അവർ ഇതുവരെ, അതിനാൽ അവരിൽ നിന്ന് ഉണ്ടാകുന്ന വിഷയവുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഉണ്ടാ ഈ ദിക്ർ പ്രയോഗം, ഇവിടെയും ദിക്ർ പ്രയോഗം. ഇത് തുടങ്ങിയത് നോക്കി, ഖാഫ് വൽ ഖുർആൻ ഇത് ദിക്ർ, ഉത്ബോധനമുള്ള ഖുർആനാണ്. ഉത്ബോധനമുള്ള ഖുർആനാണ്. ഖുർആൻ ഉത്ബോധനാണ്. ആളുകളെ ഉണർത്തിയും ഉത്ബുദ്ധരാക്കിയും വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ, അതാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത. ആളുകളെ ഉത്ബോധിപ്പിക്കാനും ഉണർത്താനും ഉള്ളതാണ് വിശുദ്ധ ഖുർആൻ. അതിൽ മുന്നറിയിപ്പുകളുണ്ട്, താക്കീതുകളുണ്ട്, പൊരുളുകളുണ്ട്, ആശയങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്, വിധികളുണ്ട്, വിലക്കുകളുണ്ട്. അപ്പം അങ്ങനെ വിശുദ്ധ ഖുർആൻ ഉത്ബോധനത്തിൻ്റെ ഗ്രന്ഥമാണ്. ഇന്നാ നഹ്നു നസ്സൽന
അദ്ദിക്ർ എന്നാണ് പറഞ്ഞത്. വഇന്നാ ലഹു ലഹാഫിദൂൻ. അദ്ദിക്ർ വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ്റെ പേരും കൂടിയാണ് എന്ത്, അദ്ദിക്ർ എന്നുള്ളത്. ഈ ദിക്ർ വരെ പ്രശ്നമാക്കാണ്. കാരണം അവരുള്ള വിശ്വാസ വ്യതിയാനം, അധാർമികത, ഇതിനൊക്കെ എതിരിലാണ് എന്ത് ചെയ്യുന്നത്, വിശുദ്ധ ഖുർആൻ അവരിൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വിശുദ്ധ ഖുർആനെ അവർ ഉൾക്കൊള്ളാതെ തിരസ്കരിക്കുന്ന അവസ്ഥ വരുന്നത്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. ഈ അദ്ദിക്ർ എന്ന് പറയപ്പെട്ടതായ വിശുദ്ധ ഖുർആൻ്റെ ഉത്ബോധനം അത് നമ്മളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മളെ എങ്ങനെ വഴി നടത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഖലാസ്. അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്കൽ അസീസിൽ വഹാബ് അം ലഹും മുൽക്കു സ്സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫല്യർതഖൂ ഫിൽ അസ്ബാബ് ജുൻദും മാ ഹുനാലിക മഹ്സൂമുൻ മിനൽ അഹ്സാബ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഇതിന് പ്രതികരിക്കണം. ഏതിന്? അവർ പറഞ്ഞില്ലേ, ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന, നമുക്കിടയിൽ മുഹമ്മദിൻ്റെ മേലാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന അവരുടെ ചോദ്യമാണ്. നമുക്കിടയിൽ നടന്നെങ്കിൽ ഇവർ 25 ആളുകൾ ചെന്നല്ലോ, അതിൽ അഷ്റാഫുണ്ട്, അവരുടെ ഒരു അസൂയ കൂടിയാണ്. അസൂയ കൂടി എന്ന് പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ചോദിക്കുന്നുണ്ട്, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു തൻ്റെ ഫദ്ല് നൽകിയതിന് അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ബനു ഹാഷിമിനോടുള്ള അവരുടെ അസൂയയാണ്. അപ്പോൾ ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തതിലുള്ള ഒരു അസൂയ കൂടി അവിടെ വായിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അതിന് പ്രതികരിക്കുന്നത്, അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്, അം ഇൻദഹും, അതല്ല അവരുടെ അടുക്കലാണോ, ഖസാഇനു റഹ്മത്തി റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ, ഖസാഇൻ എന്ന് പറഞ്ഞാൽ ഖജനാവുകൾ, ശേഖരങ്ങൾ, നിൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഖസാഇൻ ശേഖരങ്ങൾ, അം ഇൻദഹും, അത് അവരുടെ പക്കലാണോ. നിൻ്റെ റബ്ബാരാണ് അൽ അസീസിൽ വഹാബ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന അജയ്യനാണ്. അൽ വഹാബ് അജയ്യനാണെന്നതോടൊപ്പം അള്ളാഹു എന്താണ്, ആരുമാണ്, ഔദാര്യവാനാണ്, ദാനശീലനുമാണ്, ദാനശീലനാണ്. വഹാബ് എന്ന് പറഞ്ഞാൽ പകരമൊന്നും സ്വീകരിക്കാതെ ദാനം നൽകുന്നതിനാണ് വഹബ എന്ന് പറയാം. അതിൽ നിന്നാണ് വഹാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുദാരനാണ്, ഏറെ ദാനശീലനാണ്, ദയാപരനാണ്. അവർ പറഞ്ഞില്ല, ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഖസായിൻ അവരുടെ പക്കലാണ്. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് കൊടുക്കാൻ, അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഖസായിൻ അള്ളാഹിൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു നൽകുക. അള്ളാഹു അലമു ഹൈസ് യജഅലു റിസാലത്തഹു, അള്ളാഹിൻ്റെ റിസാലത്ത് അത് എവിടെ നിശ്ചയിക്കണം എന്നുള്ളത് അള്ളാഹ്ക്കാണ് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്ത് ഏകാൻ യോഗ്യരായവരെ അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹു അവർക്ക് നൽകും എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഈ ഒരു ചോദ്യം. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട് നമ്മൾ സൂറത്ത് സുഖ്റുഫിൽ, വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്. വഖാലു, അവർ പറഞ്ഞു, ലൗലാ നുസ്സില ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എന്തുകൊണ്ട് ഇറക്കപ്പെട്ടില്ല, അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം, മക്ക തായിഫ് പട്ടണങ്ങളിൽ പ്രമുഖനായ മഹാനായ ഒരു വ്യക്തിയുടെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ ഇറക്കപ്പെട്ടില്ല എന്നവർ ചോദിച്ചു എന്നാണ്. അത് ഇറങ്ങാനുള്ള കാരണം തന്നെ അൽ വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, ഞാൻ സയ്യിദ് ഖുറൈശാണ്, ഖുറൈശികളുടെ നേതാവാണ്. ഉർവത്ത് ഇബ്നു അംർ അസ്സഖഫി സയ്യിദ് സഖീഫ് ഗോത്രത്തിൻ്റെ നേതാവാണ്. ഖുറൈശ് മക്കയിൽ, സഖീഫ് തായിഫിൽ. അപ്പോൾ സഖീഫിൽ അവിടെ നേതാവായിട്ട് ഉർവത്ത് ഇബ്നു അംർ സഖഫി ഉണ്ട്. മക്കയിൽ ഞാൻ വലീദ് ഇബ്നുൽ മുഗീറയും ഉണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഖുർആൻ ഇറങ്ങിയില്ല എന്ന് അവർ ചോദിച്ചു. എന്നാണ് ചോദിച്ചത്, വലീദ് ഇബ്നുൽ മുഗീറാണ് ചോദിച്ചത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്, വഖാലു ലൗലാ നസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം. അപ്പോൾ അല്ലാഹു ഇതിന് പ്രതികരിച്ചത് എന്താ, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, അവരാണോ നിൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ്, റഹ്മത റബ്ബിക്, അവരാണോ നിൻ്റെ റബ്ബിൻ്റെ റഹ്മത്ത് വിഭജിക്കണത്, വീതം വെക്കണത്, ഇന്നോൽക്ക് മറ്റോൽക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ആളുകൾക്ക് മതി, വേറെ ആർക്കും വേണ്ട എന്നുള്ളത് അവരാണ് അത് തീരുമാനിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, റിസാലത്ത്, നുബുവത്ത്, ഇതൊക്കെ എന്താണ്, അള്ളാഹിൻ്റെ റഹ്മത്താണ്.
അള്ളാൻ്റെ റഹ്മത്താണ്. അള്ളാഹു അതുകൊണ്ട് മാനവകുലത്തിന് കാരുണ്യമാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആൻ റഹ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടതായ ദീൻ റഹ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വഹി റഹ്മത്താണ്. അതുകൊണ്ടാണ് ഈ റിസാലത്തിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതിനെ ചോദ്യം ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ റഹ്മത്ത് അവരാണോ വീതം വെക്കുന്നത്, അവരുടെ അടുക്കലാണ് അതിൻ്റെ ഖജനാവുകളുള്ളത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്. റബ്ബ് അൽ അസീസാണ്, ആരെയും തോൽപ്പിക്കാൻ കഴിയാതെ എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവനാണ്. അതോടൊപ്പം റബ്ബാരാണ് അൽ വഹാബ്. ചില നേതാക്കന്മാർ, നായകന്മാർ, അവർക്ക് നായകത്വ പദവി ഉണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല, ഔദാര്യവും കാരുണ്യവും ദയവായ്പും ഉണ്ടാവില്ല. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ലോകത്ത് ഭരണാധികാരികളൊക്കെ പലപ്പോഴും കാണുക പലരിലും. അർശം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അതിജയിച്ച് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം മീതെ നിൽക്കുന്ന അൽ അസീസാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്, വഹാബാണ്. അള്ളാഹു അതോടൊപ്പം റഹീമാണ്, അള്ളാഹു അതോടൊപ്പം ഗഫൂറാണ്, അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹാബാണ്. ഇതൊക്കെയാണ് അള്ളാഹിൻ്റെ പ്രത്യേകത. അടുത്ത അവരോടുള്ള ചോദ്യം, അവരുടെ ആ പരാമർശത്തിന്, അതായത് ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന എന്നുള്ള അവരുടെ ചോദ്യത്തിന് അടുത്ത പ്രതികരണം, അം ലഹും മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. അം ലഹും, അതല്ല അവർക്കാണോ, അം ലഹും അതല്ല അവർക്കാണോ, മുൽക്കു സമാവാത്ത് വാനങ്ങളുടെ അധികാരം, ആധിപത്യം, വൽ അർദ് ഭൂമിയുടെയും, വാനങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അവർക്കാണോ, വമാ ബൈനഹുമ അവക്കിടയിലുള്ളതിൻ്റെയും, അവക്കിടയിൽ നിന്ന് സമാവിൻ്റെയും അർളിൻ്റെയും ഇടയിലുള്ളതിൻ്റെയും അധികാരം അവർക്കാണോ. അപ്പോൾ വാനങ്ങളുടെ ഭൂമിയുടെ അവക്കിടയിലുള്ളതിൻ്റെയും ഒക്കെ അധികാരം അവർക്കാണോ, ഇത് ചോദ്യമാണ്. അധികാരം അവർക്കാണ് എങ്കിൽ അവർക്ക് പറയാം ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന, എന്തിനാണ് മുഹമ്മദിന് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ചോദിക്കാം. അല്ലാഹു പറയുന്നത് ഫല്യർതഖു ഫിൽ അസ്ബാബ്. ഫല്യർതഖു, ഇവിടെ ഫ യുണ്ട്, അതേപോലെ ലാമുണ്ട്, എർത്തഖു. എർത്തഖു എന്ന് പറഞ്ഞാൽ കയറുക എന്നർത്ഥം. ഇർത്തഖ, എർത്തഖി, കയറി. എർത്തഖി എന്ന് പറഞ്ഞാൽ കയറും. എർത്തഖു അവർ കയറും, അവർ കയറും. പക്ഷെ ഇത് കൽപ്പനക്രിയയാണ്, അവർ കയറട്ടെ എന്നുള്ളതാണ് അർത്ഥം. എർത്തഖു എന്നുള്ളത് നോക്കി, ഇതിനൊരു മുദാരിഅ ഫീലിൻ്റെ വർത്തമാന ഭാവി കാലക്രിയൻ്റെ ഒരു ശൈലിയാണ്. ഫീൽ മുദാരിൻ്റെ എഴുത്തിങ്ങനെയാണ്. പക്ഷേ ഇത് ഫീൽ മുദാരിയല്ല, ഇത് കൽപ്പനക്രിയയാണെന്നുള്ളത് അറിയിക്കുന്നത് ഈ ലാമാണ്. ലാമുൽ അമ്ർ എന്നതിനെ പറയാം. ലി എർത്തഖു, അവർ കയറട്ടെ, അവർ കയറട്ടെ. അതാണ് ഈ ലാമിൻ്റെ ധർമ്മം. ഇവിടെ അവർ കയറട്ടെ എന്നുള്ള കൽപ്പനയാണത്. ഈ ഫ, അത് ഫ ഉൽ ഫസീഹ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആശയം വ്യംഗ്യമാണ്. ആ വ്യംഗ്യമായ ആശയം ഉണ്ടെങ്കിൽ ഇതിനർത്ഥം പൂർണ്ണമാവും. അപ്പോൾ എങ്ങനെയാണ് ആശയം പറയുക? അതിന് മുമ്പ് ഫിൽ അസ്ബാബ്. അസ്ബാബ് എന്ന് പറഞ്ഞാൽ വഴികൾ, മാർഗങ്ങൾ. അസ്ബാബ് എന്ന വഴികൾ, മാർഗങ്ങൾ എന്നർത്ഥമാണ്. ഇവിടെ കുറേ അർത്ഥത്തിന് പ്രയോഗിക്കും. സബബ്, അസ്ബാബ് കുറേ അർത്ഥത്തിന് പ്രയോഗിക്കും. ഇവിടെ ഇപ്പോൾ നമ്മളൊരു സൂറത്ത് കഹ്ഫിൽ സബബിനെ വായിക്കണുണ്ടല്ലോ. എവിടെ വായിക്കണം? ഫഅത്ബഅ സബബ, സുമ്മ അത്ബഅ സബബ. യസ്അലൂനക അനിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ ഫഅത്ബഅ സബബ. സബബ് എന്ന് പറഞ്ഞാൽ അവിടെ മാർഗം, വഴി, ആ അർത്ഥത്തിൽ. ഫല്യർതഖൂ, അവർ കയറട്ടെ, ഫിൽ അസ്ബാബ് സബബുകളിൽ, വഴികളിൽ, മാർഗങ്ങളിൽ. അഥവാ ഇവിടെ എന്താ പറയണ്ടേ? അപ്പോൾ ഇനി ഈ ഫാക്കർത്ഥം പറഞ്ഞിട്ട് ഇത് വെക്കുമ്പോൾ അം ലഹു മുൽക്കു സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭുവനങ്ങളുടെയും അധികാരം, ഉടമസ്ഥത അവർക്കാണോ, വമാ ബൈനമ അവർക്കിടയിലുള്ളതിൻ്റെയും ഫ, അങ്ങനെ അതിൻ്റെ അധികാരം അവർക്കാണ് എന്നതാണ് അവരുടെ ഭാഷ്യമെങ്കിൽ ഫ അതാണ് അതിൻ്റെ അധികാരം അവർക്കാണ് എന്ന് അവർക്കൊരു ഭാഷ്യമുണ്ട് എങ്കിൽ ലിയർതഖൂ ഫിൽ അസ്ബാബ്, അവർ ആകാശമാർഗങ്ങൾ കയറിപ്പോയിക്കോട്ടെ. അവർക്കാണ് ആകാശങ്ങൾ, അവർക്കാണ് ഭുവനങ്ങൾ, അവർക്കാണ് അവക്കിടയിലുള്ളത് എങ്കിൽ ഫല്യർതഖൂ, അവർ കയറിപ്പോകട്ടെ, ഫിൽ അസ്ബാബ്, ഈ മാർഗങ്ങളിലൂടെ. മാർഗങ്ങളിലൂടെ എന്നുണ്ടെങ്കിൽ ആകാശ മാർഗങ്ങളിലൂടെ അത് കയറി അവർ പോയിക്കോട്ടെ, അതവർ അളന്നോട്ടെ. അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ അവർ കയറി എത്തിക്കോട്ടെ
എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരെന്തിന് വരണ്ട? ഈ റിസാലത്തും നുബുവത്തും വീതം വെക്കാൻ വേണ്ടിയിട്ട് ഇത് ആർക്ക് കൊടുക്കണം തീരുമാനിക്കാൻ വരണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഷ. അല്ലെങ്കിൽ മാർഗങ്ങൾ കയറിയിട്ട് അള്ളാൻ്റെ അടുക്കൽ കയറിയിട്ട് അവർക്കാണല്ലോ മുൽക്ക്, അവിടുന്ന് റിസാലത്ത് വാങ്ങിയിട്ട് അവർ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കാൻ അവർ ശ്രമിക്കട്ടെ. അങ്ങനെ ഉദ്ദേശവും ആകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജുന്ദുമ്മ ഹുനാലിക മഹ്സൂമൂൻ മിനൽ അഹ്സാബ്. ഈ ആൾക്കൂട്ടം ഇവർ പറഞ്ഞില്ല, ഈ ജൽപ്പനങ്ങൾ നടത്തുന്ന ആൾക്കൂട്ടം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, ബാലിശമായ ജൽപ്പനമാണല്ലോ അവർ അവതരിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു അസൂയ അവർക്കുണ്ട്, അതേപോലെ തന്നെ ദീനിനോടുള്ളൊരു അവജ്ഞ അവർക്കുണ്ട്, അതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് തന്നെയാണ് അവരോട് പ്രതികരിക്കുന്നത്. ജുന്ദുമ്മ, ഈ കൂട്ടർ വളരെ, ഈ മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലി തഹ്ഖീർ വ തസ്ഗീർ, ലി തഖ്ലീൽ, നിസ്സാരമാക്കിക്കൊണ്ടുള്ള, അതേപോലെ തന്നെ വില കുറച്ചുകൊണ്ടുള്ളതായ ഒരു പരാമർശമാണ്. ജുന്ദുമ്മ, ഈ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, അതൊരു നിസ്സാരമായ കൂട്ടമാണ്. ജുന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈന്യം, ആൾക്കൂട്ടം എന്നർത്ഥം. അതിലേക്ക് ഈ മാ വന്നു, ജുന്ദുമ്മ എന്ന് പറഞ്ഞാൽ കലീലമ്മ തുഅ്മിനൂൻ കലീലമ്മ തഷ്കുറൂൻ എന്നൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾ വളരെ കുറച്ചേ വിശ്വസിക്കുന്നുള്ളൂ, നന്ദി കാണിക്കുന്നതാണ്. ആ ഒരു പ്രയോഗം കിട്ടാനാണിത്. എന്ന് പറഞ്ഞാൽ ജുന്ദുമ്മ എന്ന് പറഞ്ഞാൽ ഇവർ നിസ്സാരന്മാരായ ഒരു വിഭാഗം ആളുകളാണ്. ഹുനാലിക മഹ്സൂമുൻ, മാത്രമല്ല ഹുനാലിക മഹ്സൂമുൻ, അവർ മഹ്സൂം എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തപ്പെടുന്ന. ഹുനാലിക മഹ്സൂമുൻ, അവിടം പരാജയപ്പെടുത്തപ്പെടുന്ന, പരാജയത്തിന് വിധേയരാകുന്ന ഒരു നിസ്സാരമായ ടീമാണ് ഇവർ എന്നാണ് പറയുന്നത്. മാത്രമല്ല അവർ മിനൽ അഹ്സാബിൽപ്പെട്ടവരാണ്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ കക്ഷികൾ. അഹ്സാബ് എന്ന് പറഞ്ഞാൽ കക്ഷികൾ, പ്രത്യേകം ഒരു കക്ഷികളെയാണ് ഉദ്ദേശം. അഹ്സാബിൽപ്പെട്ട പരാജയത്തിന് വിധേയരാകാൻ പോകുന്ന നിസ്സാരന്മാരായ ഒരു ടീമാണ് ഇവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വൈയക്തികമായി അധിക്ഷേപിക്കുന്നവരോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ രീതിയിൽ അതേപോലെ തന്നെ അവരർഹിക്കുന്ന അവജ്ഞയിലാണ് അള്ളാഹു പ്രതികരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രയോഗമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എന്താ, ജുന്ദുമ്മ, നിസ്സാരമായൊരു ടീമാണ് ഇവർ. ഹുനാലിക മഹ്സൂമും, അവിടം അവർ പരാജയപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞാൽ അത് മക്കം ഫതഹിൽ പരാജയം ഏറ്റുവാങ്ങുന്നവർ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ബദറിൽ പരാജയം ഏറ്റുവാങ്ങുമെന്ന അർത്ഥത്തിൽ പരാജയത്തിന് വിധേയരാകുന്ന ഒരു ടീം. പിന്നെ മിനൽ അഹ്സാബ്, അവർ അഹ്സാബിൽപ്പെട്ടവരുമാണെന്ന്. അഹ്സാബിൽപ്പെട്ടവർ എന്താ ഈ അഹ്സാബ്? ഇവിടെ പറയുന്നുണ്ട് ഉലായിക്കൽ അഹ്സാബ്. നമുക്ക് പറയാം. അഹ്സാബ് كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب. شوف كذبت قبلهم, അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി, നിങ്ങൾ ഈ അഹ്സാബ് എന്ന് പറഞ്ഞാൽ ആ അഹ്സാബിനെ പരിചയപ്പെടുത്താണ് ഉലായിക്കൽ അഹ്സാബ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് അവരാണ് ഈ എങ്ങനെ പറഞ്ഞില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അഹ്സാബിനെ വിശദീകരിച്ചു. കذبت قبلهم, ഇവർക്ക് മുമ്പ് കളവാക്കി. ഇവർക്ക് പറഞ്ഞാൽ കുഫാർ ഖുറൈശിടല്ല, അവർക്ക് മുമ്പ് കളവാക്കി. ഖൗമു നൂഹിൻ്റെ ഖൗം, ജനത. വആദുൻ, ആദ് ഗോത്രം. അത് ഖൗമു മൻ, ആദാരാണ്? ഖൗമു ഹൂദ്. ഹൂദിൻ്റെ ഖൗമായ ആദ് ഗോത്രവും നൂഹിൻ്റെ ഖൗമും. വഫിർഔൻ ദുൽ ഔതാദ്, ഫിർഔൻ ഫറോവനും കളവാക്കി. ആദ് ഗോത്രവും ഫറോവൻ ദുൽ ഔതാദ് എന്ന് പറഞ്ഞാൽ വത്തുതുകൾ ഉള്ളവനാണ്. ദുൽ ഔതാദ് യഷ്മാന ഔതാദ്. വത്തുത് എന്ന് പറഞ്ഞാൽ ആണിക്കാണ് പറയുക, ആണിക്ക്. വൽജിബാല ഔതാദ എന്ന് പറയല്ലേ, വൽജിബാല ഔതാദ, ഭൂമിക്ക് ആണി എന്നോണം പർവ്വതങ്ങളെ അള്ളാഹു സ്ഥാപിച്ചു എന്ന് പറയല്ലേ, ഔതാദ്. വത്തുത് എന്നതിൻ്റെ ബഹുവചനാണ് ഔതാദ്. എന്താ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശം ചിലർ പറഞ്ഞു ഔതാദ് എന്ന് പറഞ്ഞാൽ അല്ലല്ല ഹഖീഖ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽ ഔതാദ് എന്നാണ് പറഞ്ഞത്. ഈ ടെൻ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കുറ്റി സ്ഥാപിക്കൂലേ, അതൊക്കെയാണ് വത്തത്. ആണി കുറ്റി വേണ്ടിയിട്ടല്ല ടെൻ്റൊക്കെ പിടിച്ച് കെട്ടുക, അതിനാണ് വത്തത് അറിയാം. ഈ ഫിർഔൻ വത്തത് ഉള്ളവനായിരുന്നു എന്നാണ്, വത്തതുകൾ ഉള്ളവനാണ്. ഇവിടെ വത്തതുകൾ ഔതാദ് ഉടയവൻ എന്നാണ്, ഔതാദ് ഉള്ളവൻ എന്നാണ്. ഫിർഔന് വത്തതുകൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഫിർഔൻ്റെ ശിക്ഷാമുറകൾ ഏറെക്കുറെ എന്തായിരുന്നു, വത്തതുകൾ സ്ഥാപിച്ച്, ഈ കുറ്റികൾ സ്ഥാപിച്ച്, ആണികൾ സ്ഥാപിച്ച് അതിലേക്ക് കൈകാലുകൾ വരിഞ്ഞു കെട്ടുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ഇടുക, അതിൽ കിടന്ന് മരിക്കുക. അതായത് ഫിർഔൻ്റെ ശിക്ഷ.
ഫിറൗൻ്റെ ശിക്ഷ. അത് സ്വന്തം ഭാര്യ ആസിയ ബിന്ദു മുസാഹിം അലൈഹിസ്സലാമയെ പോലും അങ്ങനെ ചെയ്തത്. മനസ്സിലായില്ലേ? ഈ വത്തതുകൾ സ്ഥാപിച്ചിട്ട് അതിന് ഇടയിൽ കിടത്തിയിട്ട് കൈക്കാലുകൾ വരിഞ്ഞ് കെട്ടുക, എന്നിട്ട് പീഡിപ്പിച്ച് കൊല്ലുക. അതാണ് ഫിറൗൻ്റെ രീതി. അത് ആസിയയെ അങ്ങനെയാണ്, ആസിയയെയും അങ്ങനെയാണ് ചെയ്തത്, സ്വന്തം ഭാര്യയെ പോലും. അപ്പോൾ ഫിറൗന് അതാണ് ദുൽ ഔതാദ് എന്ന് പറഞ്ഞത്. അതിപ്പോൾ ആസിയ ഭാര്യയെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പറയേണ്ടതില്ല. ഫിറൗന് അത് മാത്രമല്ല മുറകൾ കേട്ടോ, പക്ഷേ ഫിറൗൻ്റെ ഏറെക്കുറെ മുറകൾ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഫിറൗൻ ചുടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലെറിഞ്ഞു വന്നിട്ടുണ്ട് മാഷിത്തയെയും മക്കളെയും. അതേപോലെ തന്നെ ഫിറൗന് ശിരച്ഛേദം നടത്തി കൊന്ന് ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്, പലതുമുണ്ട്. പക്ഷേ ഫിറൗൻ്റെ കൂടുതൽ വിക്രസ് ഈ രീതിയിലായി, ശിക്ഷാ രീതി ഇതായിരുന്നു എന്നുള്ളതാണ്. ഫിറൗനു ദുൽ ഔതാദ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പറഞ്ഞതെന്നാണ്. ചിലർ പറഞ്ഞ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പിരമിഡുകളുടെ എന്താണ് ശരിക്കും ഉറച്ച സ്ഥാപനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് പിരമിഡുകളുള്ള ഫിർഔൻ. ചിലർ പറഞ്ഞത് ഔതാദ് എന്നുള്ളത് ഉറപ്പിനെയും സ്ഥൈര്യത്തെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറച്ച ഭരണമുള്ള ഫിർഔൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ അവൻ്റെ സൈന്യം ഭയങ്കര സുസജ്ജമായ സൈന്യമായിരുന്നു ഫിർഔൻ്റേത്. അതുകൊണ്ട് സൈന്യങ്ങളുള്ള ഫിർഔൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ദുൽ ഔതാദ് എന്നതിന്. അപ്പോൾ ഫിർഔനു ദുൽ ഔതാദ്, വതതുകളുള്ള ഫിർഔൻ, ഔതാദ് ഉടയവനായ ഫിർഔൻ. ഔതാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആണിയാണ്, കുറ്റിയാണെന്ന് പറഞ്ഞവരുണ്ട്, അവൻ്റെ അധികാരമാണെന്ന് പറഞ്ഞവരുണ്ട്, അവൻ്റെ സൈന്യമാണെന്ന് പറഞ്ഞവരുണ്ട്, പിരമിഡുകളാണെന്ന് പറഞ്ഞവരുണ്ട്. ഒക്കെ ഫിർഔനെ സംബന്ധിച്ചിടത്തോളം എന്താ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങനെ അർത്ഥം പറയണത്? പിന്നെ കെദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ഖൗമ് അവർക്ക് മുമ്പ് കളവാക്കി, ആദു ഗോത്രം കളവാക്കി, ഫിർഔനു ദുൽ ഔതാദ്, വതതുകളുടയ ഫിർഔനും കളവാക്കി. സമൂദ് ഗോത്രം കളവാക്കി. സമൂദ് മെൻ ഖൗമു സാലിഹിൻ്റെ ഖൗമ് ജനതയാണ് സമൂദ് കളവാക്കി. സമൂദും ഖൗമു ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമ്, സദൂം നിവാസികൾ മുഅ്തഫികാത്ത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ നാട്ടുകാർ. അസ്ഹാബുൽ ഐക്കയും കളവാക്കി. ആരാ അസ്ഹാബുൽ ഐക്ക? അൽ ഐക്കത്ത് യശ്മാനാത്തു അൽ ഐക്ക എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന വൃക്ഷങ്ങൾ ഉള്ള സ്ഥലങ്ങൾക്ക് അൽ ഐക്ക എന്ന് പറയും. വൃക്ഷങ്ങൾ ഇടതൂർന്ന സ്ഥലത്തിന് അൽ ഐക്ക എന്ന് പറയും. നമ്മൾ കാവുകൾ എന്നൊക്കെ പറയില്ലേ, കാവ്. വൃക്ഷങ്ങൾ ഇടതൂർന്ന് ഉള്ള സ്ഥലത്തിന് അൽ ഐക്കത്ത് എന്ന് പറയും. ഇവിടെ അസ്ഹാബുൽ ഐക്ക എന്ന് പറഞ്ഞെങ്കിൽ അസ്ഹാബു ഏത് നബിൻ്റെ? ഖൗമു ഷുഐബിൻ്റെ ജനതയാണ്. അപ്പോൾ അസ്ഹാബുൽ ഐക്കത്തിൻ്റെ ആളുകൾ. അപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമായ അസ്ഹാബുൽ ഐക്കയും കളവാക്കി. അവർക്ക് അസ്ഹാബുൽ ഐക്ക എന്ന് പറയാൻ കാരണം അവരുടെ ഷിർക്ക് ഈ ഐക്കത്തുമായി ബന്ധപ്പെട്ടാണ്. ഈ കാവുകളെ പൂജിക്കുന്ന ജനതയായിരുന്നു അവർ എന്നുള്ളതാണ്. അള്ളാഹ് പറയുന്നത് ഉലായിക്കൽ അഹ്സാബ്, അവരാകുന്നു കക്ഷികൾ. നൂഹിൻ്റെ ഖൗമിന് തൂഫാനിലൂടെ ശിക്ഷ വന്നു അല്ലേ? ആദ് ഗോത്രത്തിന് കാറ്റടിച്ച് വന്ധ്യമായ കാർമുകിൽ വന്ന് കാറ്റായി അടിച്ച് വീശിയിട്ടുള്ള ശിക്ഷ വന്നു. ഫിർഔൻ മുക്കി നശിപ്പിക്കപ്പെട്ടു. സമൂദ് ഘോര ശബ്ദത്തിന് വിധേയമാക്കപ്പെട്ടു അല്ലേ? ഖൗമു ലൂത്ത് അവരുടെ നാട് അടിമേൽ മറിച്ച് ശിക്ഷിക്കപ്പെട്ടു. അസ്ഹാബുൽ ഐക്കത്തിന് എങ്ങനെ ശിക്ഷ വന്ന്? ഫഅഖദതുഹും റജ്ഫ ഫഅസ്ബഹു ഫി ദാരിഹിം ജാസിമീൻ. അവർക്കൊരു ഇതാണ് പ്രകമ്പനം റജ്ഫത്ത് അവരെ പിടികൂടുന്ന. അസ്ഹാബുൽ ഐക്കക്ക് റജ്ഫത്ത് ഒരു പ്രകമ്പനം അവരെ പിടികൂടി. فأخذتهم الرجفة فأصبحوا في دارهم جاثمين الذين كذبوا شعيبا كأن لم يغنوا فيها الذين كذبوا شعيبا كانوا هم الخاسرين. ആ പ്രകമ്പനത്തിലുണ്ടല്ലോ كأن لم يغنوا فيها എന്നാണ്. മുമ്പ് അവിടെ ഇല്ലാത്ത വിധം അവരാക്കി തീർത്തു എന്നാണ്. വിശുദ്ധ മറ്റു സ്ഥലങ്ങളിൽ ദുല്ലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അസ്ഹാബുൽ ഐക്കക്ക് കാർമുകിൽ ഇങ്ങനെ വിരിച്ചു നിന്നു, പിന്നെ അതിൽ നിന്ന് ഘോര ശബ്ദം വന്നു, അത് പ്രകമ്പനമായി പരിണമിച്ചു. അതിൽ അവർ കഅല്ലയഗ്നഫിഹ അവിടെ ജനത ഇല്ലാത്ത വിധം അവിടെ മാറി എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ അസ്ഹാബുൽ ഐക്കയും കളവാക്കി. ഉലായിക്കൽ അഹ്സാബ് അവരാകുന്നു അഹ്സാബ് കക്ഷികൾ. മനസ്സിലായില്ലേ? ആ കക്ഷികളിൽ വരി നിൽക്കുന്നവരാണ് ഇവർ. അതാണ് ജുന്ദും മാ ഹുനാലിക മഹ്സൂമും മിനൽ അഹ്സാബ്. അപ്പോൾ ഈ ടീമിൽ അതിന് തുടർന്ന് വരി നിൽക്കുന്നവരാണ് ആര്? ഇവർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ഈ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന
എന്ന് പറഞ്ഞില്ലേ, ആ ചോദ്യം ഉന്നയിച്ചവർ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ എന്ന ചോദ്യം ഉന്നയിച്ചവർ, മാ സമീന ഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ എന്ന് പറഞ്ഞവർ അല്ലോ, ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഖ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പറഞ്ഞവരൊക്കെ മിനൽ അഹ്സാബ്, അഹ്സാബിൽ പെട്ടവരാണ്. ഏതാണ് അഹ്സാബ്? ഇപ്പറയപ്പെട്ട അഹ്സാബ്, ഈ ഉലായിക്കൽ അഹ്സാബ്. ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റസുൽ ഫഹഖ ഇഖാബ്. ഇൻ കുല്ലുൻ, അവരെല്ലാവരും, ഇവിടെ ഇൻ കുല്ലുൻ എന്ന് പറഞ്ഞാൽ മാ കുല്ലുൻ ഇല്ലാ കദ്ദബർ റസുൽ, റസൂലുമാരെ കളവാക്കിയിട്ടല്ലാതെ ഇല്ല. എല്ലാവരും റസൂലുമാരെ കളവാക്കി. ഫഹഖ ഇഖാബ്, അതിനാൽ അവർക്ക് എൻ്റെ ശിക്ഷ പുലർന്നു എന്നുള്ളതാണ്. ശിക്ഷ പുലർന്നു. നമുക്ക് പറയാം ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റസുൽ ഫഹഖ ഇഖാബ്.